സ്ട്രോക്ക് പോലെ വന്നു. ബോധമില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. വന്ന് അശ്വിൻ മാത്യു സാറിനെ കണ്ടു. എനിക്ക് എത്രയും പെട്ടെന്നില്ല ഭേദമാക്കി തന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്നെ ഇത്രയും പെട്ടെന്ന് എൻ്റെ അസുഖം ഭേദമാക്കി തന്നു. ഒരു 2 മണിക്കൂറിനുള്ളിൽ പേഷ്യൻ്റ് വരാൻ പറ്റുകൊണ്ട് നമുക്ക് സ്ട്രോക്കിൻ്റെ പ്രാഥമികമായി കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റായ ത്രോംബോലൈസിസ് ചെയ്യാൻ പറ്റിയായിരുന്നു ഈ പേഷ്യൻ്റ്. എൻ്റെ പേര് വിജയകുമാരി, പന്തളത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ഇങ്ങനൊരു അസുഖം പെട്ടെന്ന് സ്ട്രോക്ക് പോലെ വന്നു. ബോധമില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം എൻ്റെ മോന് പെട്ടെന്ന് എന്നെ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. അപ്പോൾ അവിടുന്ന് റെഫർ ചെയ്ത് കല്ലിശ്ശേരിക്ക് ഇവിടെ വന്ന് അശ്വിൻ മാത്യു സാറിനെ കണ്ടു. എനിക്ക് എത്രയും പെട്ടെന്നില്ല ഭേദമാക്കി തന്നു. അസുഖം മാറി 1 വർഷം ആവുന്നതേ ഉള്ളൂ. എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. ഇങ്ങനെ ഒക്കെ കഴിയുന്നു. ഇപ്പോഴും ഞാൻ ചെക്കപ്പിന് വരുന്നുണ്ട്. ഇനി കഴിഞ്ഞ ഡിസംബർ 17-ാം തീയതി എനിക്ക് അസുഖം വന്നത്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ തൊട്ട് ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും നല്ല ഇതിലാണ്. ഡോക്ടറുടെ സമീപനമായാലും നല്ല രീതിയിൽ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഈ അസുഖം മാറിക്കിട്ടി. സാറിനെ ഞാൻ ഒരുപാട് പ്രശംസിക്കുന്നു. കാരണം അതുപോലെ ഒരു സ്ട്രോക്ക് എനിക്ക് വന്നു. വർക്ക് ചെയ്യുന്നവരെല്ലാം തന്നെ നല്ല സഹകരണമായിരുന്നു. നല്ല ഹോസ്പിറ്റല്, നല്ല ആൾക്കാർ, എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്നെ ഇത്രയും പെട്ടെന്ന് എൻ്റെ അസുഖം ഭേദമാക്കി തന്ന ഡോക്ടറോടും സ്റ്റാഫിനോടും എല്ലാവരോടും എനിക്ക് നന്ദി പറയാനുള്ളൂ. ഇത്രയും പെട്ടെന്നൊന്നും മാറുമെന്ന് വിചാരിച്ചതല്ല, അതുപോലെ പെട്ടെന്ന് ഭേദമായി. ഞാൻ ഡോക്ടർ അശ്വിൻ മാത്യു തോമസ്, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ പേഷ്യൻറ്റിൻ്റെ കാര്യം. ഈ പേഷ്യൻ്റ് ഇനീഷ്യലി പ്രസൻറ്റേഷനിൽ സ്ട്രോക്കിനൊരു സ്കോറുണ്ട്, NIH സ്കോർ എന്ന് പറയും. അപ്പോൾ അത് 28-ന് അടുത്തുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂറിനുള്ളിൽ പേഷ്യൻ്റ് വരാൻ പറ്റിയതുകൊണ്ട് നമുക്ക് സ്ട്രോക്കിൻ്റെ പ്രാഥമികമായി കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റായ ത്രോംബോലൈസിസ് ചെയ്യാൻ പറ്റിയായിരുന്നു ഈ പേഷ്യൻ്റ്. അതുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ ഇനീഷ്യൽ സ്കോർ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുകയും പേഷ്യൻറ്റിന് ലേറ്റർ സ്കോറ് 5-ന് താഴെ വരികയും ഡിസ്ചാർജ് ആയപ്പോഴത്തേക്കും ഇപ്പം ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളൊരു 6 മാസത്തിന് ശേഷം നോക്കുമ്പോൾ പേഷ്യൻറ്റിന് സ്വന്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്നാന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് മോൻ പെട്ടെന്ന് തന്നെ സ്ട്രോക്കിൻ്റെ സിംറ്റംസ് മനസ്സിലാക്കുകയും അത് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയും പേഷ്യൻറ്റിൻ്റെ ഈവൻ ദോ BP കൂടുതലായിരുന്നെങ്കിലും നമുക്ക് ത്രോംബോലൈസിസ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് പേഷ്യൻ്റ് ഇത്രയും ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പം ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ വേഗം തിരിച്ചറിയുക. അപ്പം ഒരു ബൈസ്റ്റാൻഡർ എന്നുള്ള നിലയിലോ വീട്ടിലെ ആളെന്നുള്ള നിലയിലോ സ്ട്രോക്കിൻ്റെ സിംറ്റംസ് വേഗം തിരിച്ചറിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരു 4.5 മണിക്കൂറിനകത്ത് നമുക്ക് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ത്രോംബോലൈസിസ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് MRI, CT സ്കാൻസ് എല്ലാം ഇമ്മീഡിയറ്റ്ലി ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. അത് കഴിഞ്ഞ് ത്രോംബോലൈസിസ് ഇഫ് റിക്വയർഡ് ചില കേസസിൽ മെക്കാനിക്കൽ ത്രോംബക്ടമി ചെയ്യാനുള്ള സൗകര്യവും നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട പേഷ്യൻ്റ് വിജയകുമാരിയുടെ ലക്ഷണങ്ങൾ അവർ വേഗം മനസ്സിലാക്കുകയും അത് കാരണം അവർക്ക് വരാൻ പറ്റുകയും ചെയ്തുകൊണ്ട് നമ്മൾ ത്രോംബോലൈസിസ് വേഗം ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റി. അതനുസരിച്ച് പേഷ്യൻ്റ് നല്ല ഇമ്പ്രൂവ്മെൻറ്റും ഇപ്പം സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുമുണ്ട്. ഇനീഷ്യൽ സ്കോർ വെച്ച് നോക്കുമ്പോൾ പേഷ്യൻറ്റിന് കൂടുതൽ മോർബിഡിറ്റീസ് വരേണ്ടിയിരുന്നു. പക്ഷേ ത്രോംബോലൈസിസ് സക്സസ്ഫുൾ ആയതുകൊണ്ടും നല്ലപോലെ ഇമ്പ്രൂവ്മെൻറ്റ് വരികയും ചെയ്തിട്ടുണ്ട്. പേഷ്യൻറ്റ് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ട്രോക്ക് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേഗം കൊണ്ടുവന്നാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ അതിനനുസരിച്ചുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇപ്പം അവൈലബിൾ ആണ്.